തിരുനാളിന്റെ ഉൾത്തലങ്ങളിലേക്ക് ഭക്തജനങ്ങളും മേളപ്രേമികളും ആഴ്ന്നിറങ്ങുകയായി. ഞങ്ങളിപ്പോ നിൽക്കുന്നത് താനിക്കൽ ജോണിന്റെ വീട്ടിലാണ്. ഒന്നുകൂടെ വൺസ് മോർ പ്ലീസ് പറയടോ പറഞ്ഞോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ ഈ ഹായ് പറഞ്ഞു പോയ ആളില്ലേ, ഇതാണ് നമ്മുടെ ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേച്ചിയല്ല, എൻ്റെ കസിൻ സിസ്റ്റർ. അതായത് എൻ്റെ അമ്മയുടെ മൂന്നാമത്തെ ആങ്ങളയുടെ മോളാണ് ഇവർ. ഇതാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് 2-3 ദിവസത്തെ പെരുന്നാൾ ആഘോഷ പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. പാവറട്ടിയിലാണ് കേട്ടോ അവരുടെ വീട്. അപ്പോൾ പാവറട്ടി പെരുന്നാൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അപ്പോൾ അത് ഈ പോകുന്നത് മുഴുവൻ നമ്മുടെ കസിൻസാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ കസിൻസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ ആൻറ്റിമാർ, അച്ചായന്മാർ, പിന്നെ അനിയത്തിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്ങനെ പിള്ളേർ സെറ്റ്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അറിയാലോ, ലെങ്ത്തായിട്ട് പോകും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ ഇവരെയൊക്കെ പരിചയപ്പെടാം. ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഒരു 8 മണി 8:30 സമയത്തൊക്കെയാണ് വെടിക്കെട്ട് ഉണ്ടായിരുന്നത്. നമ്മളൊരു 7:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പള്ളിയിലേക്ക്. പിന്നെ എല്ലാവരും കൂടെ അയ്യമ്പാടി വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഉറപ്പായിട്ടും നേരം വൈകും. അപ്പോൾ നമ്മളും നേരം വൈകിയായിരുന്നു. പിന്നെ ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിക്കി നിരങ്ങിയൊക്കെയാണ് നമ്മൾ പള്ളിയുടെ മുൻഭാഗത്ത് എത്തിയത് തന്നെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് വെടിക്കെട്ട് നല്ല ഗംഭീരമായിട്ട് കാണാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൂടെ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്ന ഈ കൂട്ടമായിട്ടുള്ള ചർച്ച. അങ്ങനെ നമ്മൾ ചർച്ചയുടെ അവസാനം ഒരു സ്ഥലം ഫിക്സ് ചെയ്തു. ഇനി ആ സ്ഥലത്തേക്കുള്ള ഓട്ടപ്രദർശനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 500 മീറ്ററൊക്കെ കാണും കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്ത സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഈ വീഡിയോയിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാവരും പള്ളിയിലേക്ക് നടക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്കാണ് നടന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തി. പക്ഷേ വിചാരിച്ചത്ര വിസിബിലിറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട വീടിൻ്റെ ടെറസിൽ നിന്നിട്ടാണ് കേട്ടോ വെടിക്കെട്ട് കണ്ടത്. ഇനി നമുക്ക് വെടിക്കെട്ട് കണ്ടാലോ. വെടിക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ഗംഭീര വെടിക്കെട്ടൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പള്ളി കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്, സെൻറ്റ് ജോസ് ഹോസ്പിറ്റൽ. പിന്നെ നമ്മുടെ സ്കൂൾ വരുന്നുണ്ട്, ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്, കുരിശുപള്ളി വരുന്നുണ്ട്. അങ്ങനെ ഈ ജംഗ്ഷൻ മൊത്തം ആളും തിരക്കായിരിക്കട്ടെ എപ്പോഴും. അപ്പോൾ പെരുന്നാളിനും ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിലെ ലൈറ്റ് വർക്ക് കാണാനാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് അവർ ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മരിച്ചുപോയ മാർപ്പാപ്പയും അതുപോലെ തന്നെ പുതിയ മാർപ്പാപ്പയൊക്കെ നമ്മുടെ ഈ ലൈറ്റ് വർക്കിലുണ്ടായിരുന്നു. അപ്പോൾ കിടുവായിരുന്നു, കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നേ. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചേട്ടൻ എല്ലാവർക്കും ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേറെ കുറച്ച് കസിൻസിനെ കൊണ്ട് കണ്ടു. അപ്പോൾ അവരായിട്ടും സംസാരിച്ചു. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കിട്ടിയ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടിയാണ്. ഇത് എൻ്റെ മഹാക്ഷേത്രം.
ഇപ്പം നമ്മൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തർ തോളത്ത് കയറിയിട്ടുണ്ട്. കാരണം അവർക്ക് വയ്യാണ്ടായി കാണും. ഇത്രയും നേരം നിന്നതിൻ്റെയും നടന്നതിൻ്റെയും ഒക്കെ ക്ഷീണം കാണും. അങ്ങനെ പിള്ളേരൊക്കെ നമ്മൾ നല്ല സേഫ്റ്റി ആക്കിയിട്ട് തന്നെ കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളവരെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മളവരെ ഭയങ്കര കെയർ ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോകണേ. അങ്ങനെ നമ്മുടെ തലേദിവസത്തെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ അവസാനിക്കാറായി. അപ്പോൾ നമ്മൾ വീട്ടിൽ റിട്ടേൺ പോയിട്ട് ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ഇത് വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കി പേരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ആ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് നമ്മുടെ ജോസച്ചായൻ, എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ്. പുള്ളിക്കാരനിപ്പോൾ ഒരു 70-73 വയസ്സോളം ആയിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അച്ഛൻ പള്ളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പെരുന്നാൾ ദിവസത്തെ കലാപരിപാടികളാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുർബാനയൊക്കെ തുടങ്ങി ഏകദേശം അറിയാലോ പകുതിയായി. അപ്പോൾ നമ്മൾ കുർബാന മുഴുവനായിട്ടും കാണാനൊന്നും നിന്നില്ല. നമ്മൾ ജസ്റ്റ് പള്ളിയിൽ പോയി നേർച്ചയിട്ട് തിരിച്ച് വരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷയമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അത്ഭുത പ്രവർത്തകനായ പ്രാർത്ഥനാനാമം അതിരങ്ങളിൽ ഇരുപതിനായിരം പള്ളിയുടെ LP സ്കൂളിന്റെ കമ്പനി നിങ്ങൾക്ക് ടിക്കറ്റുകളും പാക്കറ്റുകളും ലഭിക്കുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു പള്ളിയിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കസിൻസ് എല്ലാവരും കൂടെ ഇവിടെ വട്ടട്ടിട്ടിരുന്നുണ്ട്. ഇനിയാണ് കലാപരിപാടികൾ ശരിക്കും തുടങ്ങാൻ പോണത്. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ കാരണം വേറെ ഒന്നല്ല ഗൈസ്, നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് സംവാദങ്ങൾ നമ്മുടെ ഈ ചർച്ചയിലുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് വിടാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാനത് ആ വാദത്തിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. കൂടുതലും പെൺകുട്ടികള് കല്യാണം കഴിക്കണതിന്റെ കാര്യം എന്താന്ന് അയ്യോ ഒരു ചാട്ട് വേണം എന്തേലും പറയണ്ട. മേക്കപ്പ് ചെയ്ത് സൗന്ദര്യം കൂട്ടുന്ന ഇപ്പൊ മയിലിന്റെ അടുത്തേക്ക് മയിലിന്റെ ആണ്ടാക്കിക്കുന്നു പ്രത്യേക തല ഞങ്ങക്ക് ബാഹ്യ സൗന്ദര്യത്തിനോട് ഒരു താല്പര്യമില്ല. നന്നായിട്ടുണ്ട്. കാണേ ഇതെന്തുട്ടത്?
അങ്ങനെ ആണിനും പെണ്ണിനും തുല്യനീതി ഉറപ്പാക്കി നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വേറെ പല തലങ്ങളിലേക്കും പോയിന്ന് വരും. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരും ജയിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ